CPM വിട്ട് കോൺഗ്രസിൻ്റെ കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ UDF കൂടാരത്തിലേക്ക് സുധാകരൻ ചേക്കേറിയത് വേറൊന്നും കൊണ്ടല്ല. എല്ലാവർക്കും വ്യക്തം, അധികാര മോഹം കൊണ്ടാണ്. അധികാരം ഒരു ലഹരിയാണ്. അധികാരം ആരെയും മയക്കുന്ന അല്ലെങ്കിൽ അധികാരം ആരെയും മയക്കുന്ന ലഹരിയാണ്. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പ്രോടൈം സ്പീക്കറാക്കി സുധാകരനെ കോൺഗ്രസ് നിയമിച്ചു. പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആലപ്പുഴയിലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. BJPയുടെയും മറ്റും വോട്ടുകൾ കിട്ടിയപ്പോൾ സുധാകരൻ ജയിച്ചു കയറി. ഇടതുപക്ഷ വിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും ഒക്കെ ഉണ്ടായപ്പോൾ എല്ലായിടത്തും വിജയിച്ചതുപോലെ സുധാകരനും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറി. സുധാകരന് ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ ഫേസ്ബുക്ക് പേജ് നിരവധി പേർ ഫോളോ ചെയ്യുന്ന പേജാണ്. 2 മാസം മുമ്പ് ആ ഫേസ്ബുക്ക് പേജിൻ്റെ കമൻറ്റ് ബോക്സ് സുധാകരൻ പൂട്ടിയിരുന്നു. പൂട്ടിയതിന് വേറെ കാരണമൊന്നുമില്ല, തെറിവിളിയോടെ തെറിവിളി. സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻറ്റ് ബോക്സിൽ തെറിയുടെ വിളയാട്ടം, കേട്ടാലറയ്ക്കുന്ന പച്ചത്തെറി. അത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല, യൂട്യൂബ് നിയമം അനുസരിച്ച്. എല്ലാം ചേർത്തുള്ള വിളിയാണ് സുധാകരന് എത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം 2 മാസം മുമ്പ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കി. ഇന്നലെ അദ്ദേഹം കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തു. തൻ്റെ MLA ഓഫീസ് തുറക്കുന്നു. എല്ലാ ജനങ്ങൾക്കും വരാവുന്നിടത്താണ് MLA ഓഫീസ് അമ്പലപ്പുഴയിൽ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഉദ്ഘാടനം. എല്ലാവർക്കും സ്വാഗതം. അത് കഴിഞ്ഞ ശേഷം സുധാകരൻ കമൻറ്റ് ബോക്സ് ഒന്ന് ഓൺ ചെയ്ത് നോക്കി. 2 മിനിറ്റ് ഓൺ ചെയ്തതേ ഉള്ളൂ. 1500-ലധികം തെറികളാണ് സുധാകരന് കിട്ടിയത്. ഇതോടെ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്ത് ധീര വിപ്ലവകാരി, പണ്ടത്തെ വിപ്ലവകാരി സുധാകരൻ മുങ്ങിയിരിക്കുക. കമൻറ്റ് ബോക്സ് ഓൺ ചെയ്താൽ സുധാകരന് ചെവുക്കനെ കിട്ടും. മലയാളിക്ക് ഇങ്ങനെ തെറി വിളിക്കാൻ അറിയാമോ എന്നൊരു ചോദ്യമാണ് ബാക്കിയാവുന്നത്. അത്തരം തെറികളാണ് സുധാകരനെ വിളിക്കുന്നത്. ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും പഴയ സഖാക്കൾ തന്നെയായിരിക്കും തങ്ങളെ ഒറ്റിക്കൊടുത്ത സുധാകരനെതിരെ തെറിവാക്കുകളും ശാപവാക്കുകളും ഒക്കെ പറയുന്നത്. അവരത് സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന് അവരുടെ മനസ്സിൻ്റെ അമർഷം തെറിയായി വിതറുന്നു. സുധാകരൻ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഓണാക്കാറില്ല. കമൻറ്റ് ബോക്സ് 6-ാം തീയതിയാണ് സുധാകരൻ തുറന്നത്. 2 മിനിറ്റ് തുറന്നതേ ഉള്ളൂ, തെറിവിളിയായിരുന്നു. ഇന്നായിരുന്നു സുധാകരൻ്റെ MLA ഓഫീസിൻ്റെ ഉദ്ഘാടനം. അത് അറിയിക്കാൻ വേണ്ടിയാണ് സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പക്ഷേ അതിനും തെറിവിളി. മലയാളിക്ക് തെറിവിളി മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മലയാളിയുടെ തെറിവിളിയുടെ മാന്യതകളെ, പരിധികളെ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് സുധാകരന് തെറിയഭിഷേകം നടത്തുന്നത് പഴയകാല സഖാക്കൾ. അവർ ആലപ്പുഴയിലുള്ളവരായിരിക്കാം, കേരളത്തിലുടനീളം ഉള്ളവർ ആയിരിക്കാം. അധികാരമോഹിയായ സുധാകരനെ ജനമിപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കും. സുധാകരൻ ഇപ്പോൾ രാഷ്ട്രീയ കൂടുമാറ്റത്തിൻ്റെ ലഹരിയിലാണ്, അധികാരത്തിൻ്റെ ലഹരിയിലാണ്. പലരെയും കയറി മേയാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് നല്ല വൃത്തിയായി സുധാകരന് മറുപടിയും കിട്ടുന്നുണ്ട്. എന്തായാലും കമൻറ്റ് ബോക്സ് പൂട്ടി സുധാകരൻ മുങ്ങിയിരിക്കുകയാണ്. സുധാകരൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയിരിക്കുന്നു. പണ്ട് മുണ്ടും മടത്തിക്കുത്തി സുധാകരൻ CPMന് വേണ്ടി മുൻനിരയിൽ ഉണ്ടായിരുന്നു.
പക്ഷേ പിന്നീട് പ്രായപരിധിയുടെ പേരിൽ CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ വീണ്ടും മത്സരിക്കാനുള്ള അവസരം കൊടുക്കാത്തപ്പോൾ സുധാകരൻ തനിക്കൊണം കാണിച്ചു. തൻ്റെ അനുജൻ ഭുവനേശ്വറിനെ കൊന്ന കോൺഗ്രസ്സുകാരുടെ കൂടാരത്തിൽ തന്നെ ചേക്കേറി അവരുമായി കൈകോർത്ത് നടന്നു. എന്തായാലും സുധാകരന് 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്.